गुरवे गौरचन्द्राय राधिकाय तथालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। योऽन्तःप्रविश्य मम वाचाम् इमां प्रसूप्तां सञ्जीवयति अखिलशक्तिधरा स्वधाम्नाम् अन्यास्तहस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्. ഓക്കെ, 34-ാമത്തെ ശ്ലോകം. അധ്യായം 14, സ്കന്ധം 1, 34. ഭഗവാൻ അപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സലഃ കചിത് പുരേ സുധാർമായാം സുഖം ആസ്തേ സുഹൃത്വൃതഃ. ഭഗവാൻ അപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സലഃ कचित् पुरे सुधार्मायां सुखम् आस्ते सुहृत्प्रतः. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधार्मायां सुखम् आस्ते सुहृत्प्रतः. हरे कृष्ण. ओम नमो भगवते वासुदेवाय. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधर्मायां सुगमास्ते सुहृद्वृदः. हरे कृष्ण प्रभु जी. हरे कृष्ण प्रभु. ओम नमो भगवते वासुदेवाय. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधर्मायां सुगमास्ते सुहृद्वृदः. हरे कृष्ण. हरे कृष्ण. हरे कृष्ण प्रभु जी. वासुदेवाय. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधर्मायां सुखमास्ते सुहृद्व्रतः. हरे कृष्ण प्रभु जी. हरे कृष्ण. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधर्मायां सुखमास्ते सुहृद्वृतः. हरे कृष्ण. हरे कृष्ण प्रभु जी. ओम नमो भगवते वासुदेवाय. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कचित् पुरे सुधर्मायां सुखमास्ते सुहृद्वृतः. हरे कृष्ण. हरे कृष्ण प्रभु जी. हरे कृष्ण. हरे कृष्ण प्रभु प्रणाम. भगवानपि गोविन्दो ब्रह्मण्यो भक्तवत्सलः कच्चित् पुरे सुधर्मायां सुखमास्ते सुहृद्वृतः. हरे कृष्ण. താങ്ക് യു. വിവർത്തനം ഭാവാർത്ഥമാക്കാം. हरे कृष्ण. विवर्तनम भावार्थम श्री भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ബ്രാഹ്മണർക്കും ആനന്ദം പകരുന്നവനും സ്വഭക്തരോട് അത്യന്തം മമതയുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ മിത്രങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ധർമ്മപൂരിതമായ ദ്വാരകാപുരിയിലെ സദസ്സ് ആസ്വദിക്കുന്നുണ്ടോ? ഭാവാർത്ഥം. ഇവിടെ ഈ പ്രസ്തുത ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭഗവാൻ ഗോവിന്ദൻ, രാമണ്യൻ, ഭക്തവത്സലൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ ഷഡ് ഐശ്വര്യപൂർണനായ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ഷഡ് ഐശ്വര്യപൂർണൻ എന്നുവെച്ചാല് സമ്പത്ത്, ശക്തി, ജ്ഞാനം, സൗന്ദര്യം, കീർത്തി, പരിത്യാഗം എന്നിവ പൂർണ്ണ തോതിലുള്ള യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നവനാകയാൽ അദ്ദേഹം ഗോവിന്ദൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഭഗവത് ഭക്തിയുത സേവനത്താൽ ഇന്ദ്രിയങ്ങളെ പവിത്രമാക്കിയവർക്ക് ഭഗവാന് യഥാർത്ഥ സേവന സമർപ്പണം സാധ്യമാകുന്നു. അപ്രകാരം അവിധമുള്ള പവിത്രമായ ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയ ആനന്ദം അവർക്ക് ലഭിക്കുന്നു. അശുദ്ധരായ ബദ്ധജീവാത്മാക്കൾക്ക് മാത്രം ഇന്ദ്രിയങ്ങളിൽ നിന്നും യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. എന്നാൽ ഇന്ദ്രിയങ്ങൾ മുഖേന ലഭിക്കുന്ന മിഥ്യാനന്ദത്താൽ മതിവിഭ്രമത്തിലാകുന്നതാകയാൽ അവർ ഈ ഇന്ദ്രിയങ്ങളുടെ അടിമകളായി തീരുന്നു. ആകയാൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി നമുക്ക് ഭഗവാന്റെ സംരക്ഷണം ആവശ്യമാകുന്നു. ഭഗവാൻ ഗോക്കളുടെയും ബ്രാഹ്മണീയ സംസ്കാരത്തിന്റെയും പരിപാലകനാകുന്നു. ജയിലിലെ തടവുകാർ എപ്രകാരമാണോ രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ രാജാവിന്റെ നിഷ്ഠൂരനായ കാര്യക്കാരന്റെ ഭരണത്തിന് കീഴിലായിരിക്കുന്നത്, അതേപോലെ ഗോസംരക്ഷണവും ബ്രാഹ്മണീയ സംസ്കാരവും നഷ്ടമായ സമൂഹം ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിന് കീഴിലല്ല. കുറഞ്ഞപക്ഷം
സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും ഗോസംരക്ഷണത്തിലും ബ്രാഹ്മണീയ സംസ്കാര അനുഷ്ഠാനത്തിലും ശ്രദ്ധ ചെലുത്താതെ മാനവ സമൂഹത്തിൽ ഒരു മാനവ സംസ്കാരവും ഒട്ടും അഭിവൃദ്ധിപ്പെടുകയില്ല. ബ്രാഹ്മണീയ സംസ്കാരത്തിലൂടെ മാത്രമേ സത്യസന്ധത, പ്രശാന്തത, ഇന്ദ്രിയ സംയമനം, സഹിഷ്ണുത, ലാളിത്യം, സാമാന്യജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, വേദവിവേകത്തെ ദൃഢവിശ്വാസം എന്നീ നന്മ നിറഞ്ഞതും സുപ്തമായതുമായ ഗുണങ്ങളുടെ സംവർധന സാധ്യമാകൂ. ഔവണ്ണമുള്ള ബ്രാഹ്മണീയ സംസ്കാരത്തിൽ വളർന്നു വരുന്ന ഒരാൾ ബ്രാഹ്മണനായി തീരുകയും ഭഗവാനെ യഥാർത്ഥ രൂപത്തിൽ ദർശിക്കുകയും ചെയ്യുന്നു. വൈശിഷ്ട്യമായ ബ്രാഹ്മണീയ പരിപൂർണത ആർജിച്ച ശേഷം ഒരുവൻ ഭഗവത് ഭക്തനായി തീരേണ്ടതാകുന്നു. അപ്രകാരം ഭഗവത് ഭക്തനായി തീരുന്ന പക്ഷം അദ്ദേഹത്തിന്റെ സ്നേഹനിർഭരമായ പ്രീതി ഉടമസ്ഥൻ, യജമാനൻ, മിത്രം, പുത്രൻ, കാമുകൻ എന്നീ രൂപങ്ങളിൽ ആത്മജ്ഞാനപരമായും അതീന്ദ്രിയമായും സംപ്രാപ്തമാക്കാൻ കഴിവുണ്ടാകുന്നു. മുകളിൽ പ്രതിപാദിച്ച തരത്തിലുള്ള ബ്രാഹ്മണീയ ഗുണങ്ങൾ വളർത്തിയെടുക്കാത്ത പക്ഷം ഭഗവാന്റെ അതീന്ദ്രിയ പ്രീതി തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തന്റെ അവസ്ഥയിലേക്ക് ഉയരുവാൻ അവന് കഴിയുകയില്ല. ഒരു ബ്രാഹ്മണനോട് ഭഗവാനുള്ള പ്രത്യേക പ്രീതി അയാളുടെ ഗുണശ്രേഷ്ഠതയാലാകുന്നു, അല്ലാതെ കപടമായ അന്തസ്സാലല്ല. വിറകില്ലാത്ത പക്ഷം അഗ്നിയെ ജ്വലിപ്പിക്കാൻ വെറും ഭൂമിയാൽ മാത്രം സാധ്യമല്ല. എങ്കിലും തടിയും ഭൂമിയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. അതുപോലെ ഗുണവൈശിഷ്ട്യത്തിൽ ബ്രാഹ്മണരേക്കാൾ താഴ്ന്നവർക്ക് ഭഗവാനുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. ഭഗവാൻ സ്വയം സർവപൂർണനാകയാൽ അദ്ദേഹത്തിന്റെ ക്ഷേമത്തെ സംബന്ധിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. ആകയാലാണ് മഹാരാജാവ് യുധിഷ്ഠിരൻ ഈ ചോദ്യം ഒഴിവാക്കിയത്. അദ്ദേഹം ഭഗവാന്റെ വാസസ്ഥലവും ധർമാത്മാക്കളുടെ സദസ്സുമായ ദ്വാരകാപുരിയെ കുറിച്ച് മാത്രമാണ് ആരാഞ്ഞത്. ധർമ്മശീലരായ വ്യക്തികൾ സമ്മേളിക്കുന്നിടത്ത് മാത്രമേ ഭഗവാൻ വസിക്കുകയുള്ളൂ. മാത്രവുമല്ല, അവർ പരമസത്യത്തെ ഗുണവർണ്ണനം ചെയ്യുന്നതിൽ അദ്ദേഹം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ദ്വാരകാപുരിയിലെ ധർമ്മിഷ്ഠരായ വ്യക്തികളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അറിയാൻ മഹാരാജാവ് യുധിഷ്ഠിരൻ അത്യന്തം ഉത്സുകനായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഭഗവാൻ അപി ഗോവിന്ദോ, ഭഗവാൻ കൃഷ്ണൻ, കൃഷ്ണനെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ അപി ഗോവിന്ദോ, ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അനന്ത നാമങ്ങളിൽ ഒരു നാമം. ഗോവിന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളോടും പശുക്കളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ പശുക്കളെ ഇഷ്ടപ്പെടുന്നു, പശുക്കൾക്ക് എന്താ പറയുക, പശുക്കളുടെ മാസ്റ്റർ. അതേപോലെ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെന്നുണ്ട്, ഇന്ദ്രിയങ്ങളുടെയും മാസ്റ്റർ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ ആക്റ്റീവ് ആവുന്നത് ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ ആക്ച്വലി. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത് ഗോവിന്ദൻ. ഋഷികേശ സേവനം അല്ലേ. ഋഷികേശ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വേറൊരു പേരാണ്. ഋഷികേന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഋഷികേശനെ സേവനം ചെയ്യുന്നതാണ് ഭക്തി. ഗോവിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും ആക്റ്റീവാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ, പശുക്കളുടെ മാസ്റ്റർ. ബ്രഹ്മണ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരെയും ഭക്തരെയും ഭഗവാന് ഒരുപാട് ഇഷ്ടമാണ്. ഭക്തവത്സലഹ, ഭഗവാൻ ഒരുപാട് അറ്റാച്ച്മെൻ്റാണ് ഭക്തരോടും, ശുദ്ധഭക്തരോടും, അതേപോലെ ബ്രാഹ്മണരോടും. ഒരുപാട് ബഹുമാനവും അദ്ദേഹത്തിന് ആദരവും അറ്റാച്ച്മെൻറ്റും ഉണ്ട്. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായച്ച അല്ലേ. നമ്മളെന്നും പ്രസാദം ഓഫർ ചെയ്യുമ്പോൾ ചൊല്ലുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ പ്രണാം മന്ത്രമാണ്. അവിടെയും പറയുന്നുണ്ട് നമോ ബ്രഹ്മണ്യദേവായ. അതേ അതായത് ബ്രാഹ്മണരുടെ ദേവനും, അതേപോലെ തന്നെ ഗോ പശുക്കളുടെയും. ഭഗവാന് വളരെ വളരെ പ്രിയപ്പെട്ടവരാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണർ എങ്ങനെയുള്ള ആരെയാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ബ്രാഹ്മണരെയാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത്
നമുക്ക് കൂടുതൽ ഭാവാർത്ഥം വായിക്കുമ്പോൾ പഠിക്കാം. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നു നമ്മൾ ബ്രാഹ്മണരെയും അതേപോലെ പശുക്കളെയും ഭഗവാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഭക്തവത്സലഹ, ഭക്തരെ ഒരുപാട് സ്നേഹിക്കുന്നു അദ്ദേഹം. ഭക്തവത്സലൻ, ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നു. ആത്മീയ തലത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിക്കുന്നു. ഭക്തരോട് ഒരുപാട് സ്നേഹമാണ് അദ്ദേഹത്തിന്. ഭക്തവത്സല. കച്ചിത് പുരേ ഓക്കെ, പിന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കുകയാണ് അല്ലേ, യുധിഷ്ഠിര മഹാരാജാവ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ, അതിൻ്റെ ക്ലൂ ഒക്കെ അദ്ദേഹത്തിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് അത് ചോദിക്കുന്നില്ല. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ചോദിക്കുന്നു. സുധർമ്മ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദ്വാരകാപുരിയിൽ ഭഗവാന്റെ ഒരു അസംബ്ലി ഹാളാണ്. കൊട്ടാരത്തിലെ അസംബ്ലി ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ സുധർമ്മയിൽ സുധർമ്മ എന്ന് പറയുന്ന അസംബ്ലി ഹാളിൽ വെച്ചാണ് പലപ്പോഴും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും അല്ലേ. അവിടെയാണ് എല്ലാവരും വരുന്നത്. വന്ന് കൃഷ്ണനെ കാണുന്നു, അവിടെ ഡിസിഷൻസ് എടുക്കുന്നു. ഈവൻ ബ്രാഹ്മണർ വരുമ്പോഴും ഭക്തർ വരുമ്പോഴൊക്കെ അവിടെ ഈ ഒരു സ്ഥലത്ത് അവരെല്ലാവരും കൂടി അവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവിടെ എല്ലാവരും ഒരുമിച്ച് സുഖത്തോടു കൂടി അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ആസ്തെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സുഖം ആസ്തെ സുഹൃത്ത് വൃത്ത, അതായത് എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരാണ്. അവരെല്ലാവരും കൂടി അങ്ങനെ നല്ല ഭഗവാന്റെ കൂടെ കൂടി എല്ലാവരും ഹാപ്പിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആദ്യം പറയുന്നു ഭഗവാൻ ഗോവിന്ദ ബ്രഹ്മണ്യ ഭക്തവത്സല എന്നൊക്കെ ഭഗവാനെ സൂചിപ്പിക്കുന്നതാണ്, ഭഗവാനെ വിളിക്കുന്നതാണ്. ആക്ച്വലി ബ്രഹ്മണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ബ്രാഹ്മണരെയും ഭക്തരെയും ഇഷ്ടപ്പെടുന്നത്. ആക്ച്വലി ഇവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ് അങ്ങനെ. കാര്യം ഭക്തരുടെയും ബ്രാഹ്മണരുടെയും പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ അവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഭക്തവത്സല എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് വാത്സല്യം കൊടുക്കുന്നു, ഭക്തരോട് സ്നേഹമുള്ള വ്യക്തി അല്ലേ. അപ്പോൾ ഇതെല്ലാം ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ് ഈ പേരുകളോടുകൂടി. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഷഡൈശ്വര്യങ്ങളുള്ളതാണ് നമുക്കറിയാം. അദ്ദേഹത്തിനെ പോലെ വേറെ ആരുമില്ല, അദ്ദേഹത്തിൻ്റെ ഈക്വലായിട്ടും ആരുമില്ല. പ്രഭുപാദി പിന്നെ ഒരു കാര്യം പറയുന്നു, ഗോവിന്ദ എന്നിവിടെ എടുത്ത് വിളിക്കുന്നു. ഭഗവാനെ ഗോവിന്ദ എന്ന് പറഞ്ഞ പേരിൽ അഭിസംബോധന ചെയ്യുന്നു. ഗോവിന്ദ എന്ന് പറയുമ്പോൾ അതിലെ ഒന്ന് പശുക്കളുടെ മാസ്റ്റർ എന്നുള്ളതും ഒന്ന് ഇന്ദ്രിയങ്ങളുടെ അല്ലേ. ഇന്ദ്രിയങ്ങളുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ പ്രഭുപാദി പറയുന്നു, ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവാതെ ഭക്തിയുത സേവനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. ശുദ്ധമായിട്ടുള്ള പ്രേമപൂരിതമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ശുദ്ധമാവണം അല്ലേ. അപ്പോൾ ആ ശുദ്ധമാവാനുള്ള മാർഗവും ഭക്തിയുത സേവനങ്ങൾ തന്നെ. അപ്പോൾ ഇത് ചെയ്താണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്യൂരിഫൈ ആവും. ഇന്ദ്രിയങ്ങൾ പ്യൂരിഫൈ ആവുമ്പോൾ നമ്മുടെ സേവനങ്ങളും ഹൈ ക്ലാസ് ആവും. അതാണ് പ്രഭുപാദി പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഇവിടെ പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ. അതായത് പശുക്കളുടെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എപ്പോഴും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് അദ്ദേഹം പറയുന്നത് ബ്രാഹ്മണിക്കൽ കൾച്ചർ, എല്ലാവർക്കും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് പ്രഭുപാദി പറയുന്നു. പശുക്കളുടെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്കറിയാം. പശു എന്ന് പറയുന്ന അമ്മയെ പോലെയാണ്. 7 അമ്മമാരിൽ വെച്ച് ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒന്ന് പശുവാണ്. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ വളരെയധികം പശുക്കളുമായിട്ട് ബന്ധമുണ്ട്, ഇഷ്ടമാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ പശുവിൻ്റെ സംരക്ഷണം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഇതിൽ എടുത്തു പറയാൻ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കൾച്ചർ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരുപാട് പ്രശ്നങ്ങൾ പോകും. ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് ഈവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. അതാണ് ഒന്നും ശരിയാവാത്തത്. എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് ഈ പറയുന്ന വർണ്ണാശ്രമത്തിലെ ഈ പറയുന്ന ആർക്കും ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ടേ, എല്ലാവരും ആ ഒരു സിസ്റ്റമേ ഇല്ലാതെ, ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഇല്ല,
ക്ഷത്രിയരുടെ ക്വാളിറ്റീസ് ഇല്ല. വൈശ്യരാണെങ്കിൽ കൂടുതൽ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം അതിലൊരുപാട് കളവുകളും ചതികളും കറപ്ഷനും നടക്കുന്നു. ശൂദ്രരുടെ കാര്യം പറയേണ്ട, അവർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടി അവർ ജോലി ചെയ്യുന്നു ബാക്കി, പക്ഷേ തമോ ഗുണത്തിലിരുന്ന് പല തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. മൊത്തത്തിൽ ഇതെല്ലാം തകർന്നിരിക്കുന്നു. എന്നാൽ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് സത്വഗുണത്തിൽ വരുന്നതാണ്. ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ ആ ക്വാളിറ്റീസ് സത്വഗുണത്തിൽ വരുന്നതാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡിവോട്ടിയെ സംബന്ധിച്ച്. നമ്മൾ ഓരോരുത്തരും ആക്ച്വലി ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ശരിക്കും നല്ല ഭക്തരായിട്ട് നമുക്ക് നല്ല ഭക്തരാവാൻ സാധിക്കുകയുള്ളൂ. മിനിമമായിട്ട് ബ്രാഹ്മണർക്ക് വേണ്ടതാണ് ഈ ക്വാളിറ്റീസ്. അപ്പോൾ ഒരു ഭക്തൻ, ഒരു ശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പ്രഭുപാദി എപ്പോഴും പറയും, ബ്രാഹ്മണനേക്കാൾ മുകളിലാണ് ഒരു ശുദ്ധ ഭക്തൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ്റെ സ്ഥാനം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഓൾറെഡി വൈഷ്ണവർക്ക് ഉണ്ടാവും. എക്സ്ട്രാ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധഭക്തിയും ഉണ്ടാവും. ബ്രാഹ്മണർക്ക് ഈ സത്വഗുണത്തിലുള്ള ക്വാളിറ്റീസൊക്കെ ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ ആ പരിശുദ്ധമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. വൈഷ്ണവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് അശുദ്ധ ഭക്തിയും ഉണ്ട്, കൂട്ടത്തിൽ ഈ ക്വാളിറ്റീസും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രഭുപാദി പറയും വൈഷ്ണവരുടെ സ്ഥാനം ഒരു പടി മുമ്പിലാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ശരിക്കും നമ്മൾ ഓരോരുത്തരും പലപ്പോഴും പറയും വൈഷ്ണവരാണ് നമ്മൾ ആക്ച്വലി, അല്ലെങ്കിൽ ഭക്തരാണ് നമ്മൾ എന്ന് പറയും അല്ലേ. വൈഷ്ണവരാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ തിലക്കും കഴുത്തിലുള്ള കണ്ടിമാലയും കുറുത്തയും ഇട്ടാൽ പോരാ. അത് വെറും എക്സ്റ്റേണൽ ഡ്രസ്സ് മാത്രമാണ്. ക്വാളിറ്റീസ് ഉണ്ടാവണം. ഈ ക്വാളിറ്റീസിലാണ് കാര്യം ഇരിക്കുന്നത്. ഈ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ ഇത് വെറും ഒരു എക്സ്ട്രാ ഒരു ഭാരമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇദ്ദേഹം വൈഷ്ണവനാണ് എന്നുള്ളത്. ആക്ച്വൽ വൈഷ്ണവ ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഒരുപാട് മുമ്പിലേക്ക് വന്നു, വൈഷ്ണവ ക്വാളിറ്റീസൊക്കെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈവൻ സെക്കൻഡ് ഇനീഷ്യേഷൻ കഴിയും. സെക്കൻഡ് ഇനീഷ്യേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നു. വിചാരിക്കും നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നുണ്ട്, സോ എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഓൾറെഡി ഉണ്ടെന്ന്. ആക്ച്വലി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരിതാപകരമായിരിക്കും. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കണം നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ബ്രാഹ്മണൻ എന്നുള്ളൊരു പദവി കിട്ടുന്നതാണ് എന്നുള്ളത്. ക്വാളിഫിക്കേഷൻ ഇല്ലാതെ. ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു, 18-ാമത്തെ അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ശമോ ദമസ് തപ ശൗചം ശാന്തിർ ആർജവം ഏവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകം, പ്രത്യേകിച്ചും ബ്രാഹ്മണരാണ് എന്ന് വിചാരിക്കുന്നവർ അറിയേണ്ട ശ്ലോകമാണ്. ഇൻഫാക്റ്റ് 2-ാമത്തെ ഇനീഷ്യേഷൻ, ബ്രാഹ്മണ ഇനീഷ്യേഷന് പോകുന്നവർക്ക് അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്താണ് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ്? അപ്പോൾ ഈ ശ്ലോകം അറിഞ്ഞിരിക്കണം. ശമോദമസ്തപസൗച്ച ശാന്തിരാർജമേവച്ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. എന്താണ് പറയുന്നത് ഇവിടെ? ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് പറയുകയാണ്. മിനിമം ക്വാളിറ്റീസ്, സത്വഗുണത്തിലുള്ള ക്വാളിറ്റി. ഇവിടെ ഭക്തിയെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ സത്വഗുണത്തിലുള്ള ക്വാളിറ്റീസാണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്ത സ്വഭാവം. അതിലേ പോയി. ഈ ക്വാളിറ്റീസ് നമ്മളൊന്ന് എഴുതിയിട്ട് നോക്കുകയാണ്. ഓക്കെ, ഇതിലേതെങ്കിലും ക്വാളിറ്റി എനിക്കുണ്ടോ, നമുക്കുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്ത സ്വഭാവം, എപ്പോഴും അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു പീസ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ശാന്തതയോടുകൂടി നമ്മൾ മാനേജ് ചെയ്യുന്നു. ആ സ്വഭാവമുണ്ടോ? ഇല്ല. അപ്പോൾ അത് കട്ട് ചെയ്യുക, കഴിഞ്ഞു. അപ്പോൾ പിന്നെ കഴിഞ്ഞു, ആദ്യത്തെ ഇല്ല, പിന്നെ അടുത്തത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ക്ഷമ. പിന്നെന്താണ്? ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ, അതായത് ഇന്ദ്രിയങ്ങളെ, സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു കൺട്രോളാണ് ദമ എന്ന് പറയുന്നത്. പിന്നെ തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, തപസ്യ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി. അതായത് വ്രതങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കാലത്ത് എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു തപസ്യയാണ് ശരിക്കും. നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് അതിനൊരു സംശയമില്ല. കാര്യം നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം. അത് നമ്മൾ ഉറക്കം
വേണ്ടാന്ന് വെച്ച് കുറച്ച് ബുദ്ധിമുട്ടി ഒക്കെയാണ് നമ്മൾ എഴുന്നേറ്റ് കാലത്ത് കുളിച്ച് ഇപ്പോൾ ജപിക്കാനിരിക്കുന്നവരുണ്ടെങ്കിൽ ജപിക്കാനിരിക്കുന്നത് അല്ലേ, അതൊരു തപസ്യയാണ്. അപ്പോൾ ഇതൊരു സത്വഗുണത്തിലുള്ളൊരു ക്വാളിറ്റിയാണ് ആക്ച്വലി. സോ ഇത് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയാണ് ആക്ച്വലി ഈ തപസ് ചെയ്യാനുള്ള പറ്റുന്ന, അതായത് കാട്ടിൽ പോയി ഒരു കാലിൽ നിൽക്കാനുള്ള തപസ്യ കാര്യമല്ല ഇവിടെ പറയുന്നത്. മിനിമമായിട്ട് ചെയ്യാൻ പറ്റുന്ന തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വോളണ്ടറി, അതായത് നമ്മൾ നമ്മുടെ ഇച്ഛപ്രകാരം അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രയത്നിച്ചുകൊണ്ട് ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ നോക്കുക എന്നുള്ളത്. അതായത് ആക്ച്വലി ഉറങ്ങുക എന്നുള്ളത് എല്ലാവർക്കും സുഖം തരുന്ന കാര്യമാണ്. എല്ലാവർക്കും കാലത്ത് 3 മണിക്ക് 3:30ക്കും 4 മണിക്ക് 4:30ക്കൊക്കെ എഴുന്നേൽക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ എന്താ പറയുക, നോർമൽ നോക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അല്ലേ. അപ്പോൾ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തപസ്യയാണ്. ഈ ഒരു ക്വാളിറ്റി, അത് ആ ഉള്ളിൽ ആ ഒരു ഗുണമുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ തപസ്യ എന്ന് പറയുന്ന ക്വാളിറ്റി പല കാര്യങ്ങളും, ഉറങ്ങുന്ന കാര്യം മാത്രം, എണീക്കുന്ന കാര്യം മാത്രമല്ല, പല കാര്യങ്ങളിലും തപസ്യ എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ ആ ഒരു ക്വാളിറ്റി ആക്ച്വലി സത്വഗുണത്തിൽ വരുന്നതാണ്. അത് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ശമ, ദമ, തപ. പിന്നെ ശൗചം എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അകത്തുനിന്നുള്ള പ്യൂരിഫിക്കേഷനും പുറത്തുനിന്നുള്ള പ്യൂരിറ്റിയും. അതായത് വൃത്തിയും വെടുപ്പോടുകൂടി നടക്കുക, കുളിക്കുക, ശരീരം വൃത്തിയായി സൂക്ഷിക്കുക, അത് എക്സ്റ്റേണൽ ആയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഡ്രസ്സൊക്കെ നമ്മൾ വൃത്തിയും വെടുപ്പോടുകൂടി മേക്കപ്പ് ഇട്ട് നടക്കുക എന്നുള്ളതല്ല, വൃത്തിയോടുകൂടി ഇരിക്കുക എന്നുള്ളത്. അത് പുറമേ ഉള്ള ശൗചം. ഇനി അകത്തുള്ള ശൗചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരുപാട് അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഉള്ള ശൗചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ പ്യുവർ ആവാൻ മാക്സിമം നോക്കണം. അതൊരു ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നാമജപത്തിലൂടെയും സത്സംഗത്തിലൂടെയും ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നതിലൂടെയൊക്കെ നമ്മുടെ ആ ശുദ്ധീകരണം നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറമേ നിന്നുള്ള അഴുക്കെടുത്ത് പിന്നെ അകത്തേക്ക് ഇടാനും പാടില്ല, അതും ശ്രദ്ധിക്കണം. ശൗചത്തിൻ്റെ ഭാഗമാണത്. അതായത് നമ്മളൊരു ഭാഗത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് വേറൊരാൾ വന്നിട്ട് അവിടെ വീണ്ടും കച്ചട കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആന കുളിക്കുന്ന പോലെയല്ലേ. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, അതിനെ ശൗചം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭക്തിയുത സേവനങ്ങളിലൂടെ. ആ സമയത്ത് വീണ്ടും കച്ചട കൊണ്ടുവരാൻ പാടില്ല. വീണ്ടും കച്ചട കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത് കേൾക്കുക, ആവശ്യമില്ലാത്തത് കാണുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നോക്കി വരുമ്പോൾ അത് കച്ചടയായി വീണ്ടും. പിന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ വീണ്ടും ഇരിക്കണം. അപ്പം അകത്തുനിന്നും ശുദ്ധമായിരിക്കണം, പുറത്തുനിന്നും ആയിരിക്കണം. ഓക്കെ, ഇതെല്ലാം ക്വാളിറ്റീസാണ്. ശമോ, ദമസ്, തപ, ശൗചം. ഇനി 4മത്തെ ശാന്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത നമുക്കറിയാം, ടോളറൻസ്. താം തിതിക്ഷസ്വ ഭാരത ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 2ാമത്തെ അധ്യായത്തിൽ അല്ലേ. ടോളറൻസ് എന്ന് പറയുന്നത് എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ മാറാതെ, തത്തേനു കമ്പം സുസമീക്ഷമാണോ അല്ലേ, അതും ടോളറൻസാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ക്വാളിറ്റീസായി? 5 ക്വാളിറ്റീസായി. പിന്നെ ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത, ഓണസ്റ്റായിട്ടിരിക്കുക. അതായത് സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് അല്ലേ. ഇവിടെ പറഞ്ഞു, ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചതിലും പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണസ്റ്റി അല്ലെങ്കിൽ സത്യസന്ധത, ആർജവം. പിന്നെന്താണ് പറയുക? ഏവച്ച ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. 3 കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 ശമോ, ദമസ്, തപ, ശൗചം. 4 ശാന്തിർ. 5 6 ആർജവം. 7 ജ്ഞാനം. 8 വിജ്ഞാനം, ആസ്തിക്യം. 9 ക്വാളിറ്റീസാണ് പറയുന്നത്. അപ്പോൾ ശാന്തിർ നമ്മൾ പറഞ്ഞു ടോളറൻസ് അല്ലെങ്കിൽ സഹിഷ്ണുത. ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്. എന്തറിവ്? ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ്. അത് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസാണ് അല്ലേ. ബ്രാഹ്മണർ ശാസ്ത്രങ്ങൾ പഠിക്കണം, അവർ ഫോളോ ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയാണത്. പിന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുണ്ടായാൽ മാത്രം പോരാ, അത് റിയലൈസ്ഡ് ആയിട്ടുള്ള അറിവായിരിക്കണം. അതിനെക്കുറിച്ച് വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ. അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അത് ആക്ച്വലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. പിന്നെ പറയുന്നത് ആസ്തിക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
മതപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം, അതിനോട് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിനോട് ഒരു ആസക്തിയുള്ള ആൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് ആസക്തി അല്ലെങ്കിൽ അതിനോട് അടുപ്പമുള്ള ആളുകൾ, അതൊരു ക്വാളിറ്റിയാണ് ആക്ച്വലി. സോ 8 കാര്യങ്ങളാണ്. ഇതാണ് ബ്രഹ്മകർമ്മ സ്വഭാവജം. പ്രഭുജി ഭാവാർത്ഥത്തിൽ ഇതാണ് പറയുന്നത്. ഈ ക്വാളിറ്റീസ്. ഹരേ കൃഷ്ണ. ക്ഷമ എന്ന് പറഞ്ഞാൽ ശാന്തല്ലേ? ക്ഷമ ഫസ്റ്റ് ക്വാളിറ്റി. അതെ അതെ, ശാന്തത. അപ്പൊ ദമ എന്ന് പറഞ്ഞാല് ദമ എന്ന് പറഞ്ഞാൽ കൺട്രോൾ, സെൽഫ് കൺട്രോൾ. ഓക്കെ, ക്ലിയർ ആയോ? ക്ഷമ എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടുള്ള ഒരു സ്വഭാവം. ക്ഷമ, ശാന്തി, അത് രണ്ടും ഒന്നുകൂടെ പറയും. ശാന്തി ക്ഷമ എന്ന് പറയുന്നത് സഹനം എന്നൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞ ക്ഷമ, ഞാൻ ടോളറൻസ് എന്ന് പറഞ്ഞു. ഞാൻ ശ്ലോകം ഞാൻ ഒരു മിനിറ്റ് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഷെയർ ചെയ്യാം, ഒരു മിനിറ്റ്. 18ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ്. 42. എൻ്റെ ഞാൻ എടുക്കാം. കണ്ടോ, വ്യത്യാസമുണ്ട്. ശാന്തിയും ഇതാണ് ക്ഷമ. ഓക്കെ, സംസ്കൃതമാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത്. ഓക്കെ, ക്ഷമ, ദമ, ശൗചം, ഇതാണ് ശാന്തി. അത് ക്ഷാണ്, അല്ലാതെ ഷാല, നമ്മുടെ ഷാല. ഇത് ഇത് ക്ഷാന്നാണ്. ക്ഷാന്തിറാണ്. ക്ഷാന്തിർ എന്ന് പറയുന്നതാണ് ടോളറൻസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ക്ഷ എന്നുള്ള വാക്കാണ്. ക്ഷ എന്നുള്ള വാക്ക്, മറ്റേത് ഷാ ആണ്, വ്യത്യാസമുണ്ട്. ഓക്കെ, ഓക്കെ. സോ ഇതാണ് ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ്. 8 ക്വാളിറ്റീസ് അല്ല, 9 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. പ്രഭുജി ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഇത് തന്നെ. ഈ ശ്ലോകം കോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ആക്ച്വലി. അപ്പോൾ ഇത് മിനിമം ഒരു ഡിവോട്ടിക്ക് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഡിവോട്ടീസ് അല്ല എന്നുള്ളത്. കാര്യം ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉണ്ടായതിനു ശേഷമാണ് ആക്ച്വലി ആ ആധ്യാത്മിക ജ്ഞാനവും അല്ലെങ്കിൽ വൈഷ്ണവൻ എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് നമ്മൾ വരുന്നത്, അല്ലേ? അപ്പോൾ വൈഷ്ണവരുടെ ലെവൽ അപ്പോൾ ഇതിന് മുകളിലാണെങ്കിൽ വൈഷ്ണവരെന്ന് നമ്മൾ സ്വയം വിളിക്കുന്നുണ്ടെങ്കിൽ, വിചാരിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഈ ക്വാളിറ്റീസ് ഉണ്ടാവണം ബൈ ഡിഫോൾട്ട്. അതാണ് പറയുന്നത്. ബൈ ഡിഫോൾട്ട് ഈ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം വൈഷ്ണവരെന്ന് വിളിക്കുന്നതിന് അർത്ഥമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭാഗവതം പഠിക്കുന്ന നമ്മളെല്ലാവരും പുതിയ ആൾക്കാരല്ല. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാരാണ്. സോ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളത്. കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ കുറച്ച് പരിപാടി ഉണ്ട് എന്നുള്ളത്. അത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇതെല്ലാം പ്രഭുപാജി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും. ഈ ക്വാളിറ്റീസ് എല്ലാം ബ്രാഹ്മണരുടെ ക്വാളിറ്റീസാണ്. ഓക്കെ, പിന്നെ പ്രഭുപാജി പറയുന്നു ഈ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് വൈഷ്ണവർ എന്ന് പറയുമ്പോൾ. വൈഷ്ണവരാകുമ്പോൾ ഈ ക്വാളിറ്റീസ്, ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ് ഓൾറെഡി അവർക്ക് ഉണ്ടാവും. പ്ലസ് അവർ ഭഗവാനോടുള്ള അചഞ്ചലമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള അനന്യഭക്തിയും ഉണ്ടാവും, കേവല ഭക്തിയും ഉണ്ടാവും. ഇതും കൂടെ എല്ലാം കൂടെ അവർ വൈഷ്ണവരാകുന്നു. അതാണ്. അപ്പോൾ ഇവിടെ ശീല പ്രഭുപാജി ഇതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു, എവിടെയാണോ ഭഗവാന്റെ ഭക്തർ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസുള്ള ആളുകളോട് ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. അതാണ് നമോ ബ്രഹ്മണ്യദേവായ, അല്ലേ? ഗോ ബ്രാഹ്മണ ഹിതായശ, ഗോ ബ്രാഹ്മണ രണ്ടുപേരും, ഗോവിനെയും ബ്രാഹ്മണനെയും ഹിതം അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ടറാണ് ആക്ച്വലി ഭഗവാൻ.
സോ എവിടെയാണോ ഇങ്ങനെയുള്ള ആളുകളുള്ളത് അവിടെ ഭഗവാൻ ഉണ്ടാവും. പ്രഭുപാദി അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. കാര്യം ഇവരെപ്പോഴും ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു, ഭഗവാനെ ഓർക്കുന്നു, അല്ലേ? അപ്പം യുധിഷ്ഠിര മഹാരാജാവ് അതുകൊണ്ട് ചോദിക്കുകയായിരുന്നു, അവിടെയുള്ള നല്ല എല്ലാവരും, അവിടെയുള്ള പുണ്യാത്മാക്കളെ കുറിച്ചാണ് യുധിഷ്ഠിര മഹാരാജ് ചോദിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ ആ സഭയെക്കുറിച്ചും അവിടെയുള്ള ആളുകളെക്കുറിച്ചുമാണ് ചോദിക്കുന്നത് ആക്ച്വലി. അങ്ങനെയാണ് അവിടെ അവരെന്ത് പറയുന്നു, കൃഷ്ണനും കൃഷ്ണൻ്റെ ഭക്തരും കൃഷ്ണൻ്റെ കൂടെയുള്ള എല്ലാവരും അവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സമയമുണ്ടോ? ഒരു ശ്ലോകം കൂടെ എനിക്ക്. ഓക്കെ, പെട്ടെന്ന് നോക്കാം. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലം ബോധൗ ആദ്യോ നാന്ത സഖ പുമാൻ യദ്ബാഹുദണ്ഡഗുപ്തായാം സ്വപൂര്യാം യദവോർജിതഃ കൃദന്തി പരമാനന്ദം മഹാപൗരുഷിക ഇവ. ശ്ലോകം ഒരാൾ വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ യദുകുലാംബോധ ആദ്യോ അനന്തസഖ പുമാൻ യദ്ബാഹുദണ്ഡഗുപ്തായാം സ്വപുര്യാം യദവോർച്ചിതാഃ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷിക ഇവ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരാൾക്ക് വിവർത്തനം വായിക്കാം, അടുത്ത ആൾക്ക് ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. മാതാജി വായിക്കണമെങ്കിൽ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചു മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമ ആസ്വാദകനായ യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനും ആദി ഭഗവാനായ അനന്തൻ ബലരാമനും സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ പുരോഗതിക്കും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വസിക്കുന്നു. മാത്രവുമല്ല, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീയ ആകാശവാസികൾ എന്ന വണ്ണം ജീവിതത്തെ ആസ്വദിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. നാം നിരവധി തവണ വിശദമാക്കിയതുപോലെ പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു സർവപ്രപഞ്ചങ്ങളിലും ഗർഭോദകശായി വിഷ്ണുവെന്നും ക്ഷീരോദകശായി വിഷ്ണുവെന്നുമുള്ള രണ്ടു ശക്തികളായി വർത്തിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉത്തര ശൃംഗത്തിൽ ക്ഷീരോദകശായി വിഷ്ണുവിന് സ്വന്തം ധാമമുണ്ട്. അവിടെ മഹാശയമായ പാലാഴിയിൽ അനന്തനായി അവതാര രൂപമെടുത്ത ബലദേവന്റെ മുകളിൽ ഭഗവാൻ ശയിക്കുന്നു. ആകയാലാണ് മഹാരാജാവ് യുധിഷ്ഠിരൻ യദുകുലത്തെ പാലാഴിയോടും ബലരാമനെ കൃഷ്ണ ഭഗവാൻ ശയിക്കുന്ന അനന്തനോടും ഉപമിച്ചത്. അദ്ദേഹം ദ്വാരകാവാസികളെ വൈകുണ്ഠ ലോകത്തെ മുക്താത്മാക്കളോടും ഉപമിച്ചു. നമ്മുടെ നേത്രങ്ങൾക്ക് ഗോചരമാകുന്നതിനും വളരെ വളരെ അപ്പുറം, ആത്മീയ ആകാശത്തിനും അപ്പുറം, വിശ്വപ്രപഞ്ചത്തിന്റെ 7 ഇരട്ടി ആവരണത്തിനും അപ്പുറം കാരണസാഗരം സ്ഥിതി ചെയ്യുന്നു. ആ കാരണസാഗരത്തിൽ സമസ്ത പ്രപഞ്ചങ്ങളും കാൽപന്തിനെ പോലെ പൊങ്ങിക്കിടക്കുന്നു. കാരണസാഗരത്തിനും അപ്പുറം ബ്രഹ്മ തേജസ് എന്ന് പൊതുവെ വിശേഷിക്കപ്പെടുന്നതും സീമാതീതവുമായ അഥവാ അനന്തവുമായ ആത്മീയ ആകാശമാകുന്നു. ഈ തേജസ്സിനുള്ളിൽ, ദീപ്തിമത്തായ ഈ പ്രഭാപൂരത്തിനുള്ളിൽ അസംഖ്യം ആത്മീയ ആകാശങ്ങളുണ്ട്, ആത്മീയ ലോകങ്ങളുണ്ട്. അവയെ വൈകുണ്ഠ ലോകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓരോ വൈകുണ്ഠ ലോകവും ഭൗതിക ലോകത്തിലെ അത്യന്തം ബൃഹത്തായ ലോകത്തേക്കാൾ അനേകം മടങ്ങ് വലിപ്പമുള്ളതാകുന്നു. അവയിൽ ഓരോന്നിലും ഭഗവാൻ വിഷ്ണുവിനെ പോലെ അതേ രൂപസാദൃശ്യമുള്ള അസംഖ്യം നിവാസികളുണ്ട്. ഈ വൈകുണ്ഠ ലോകവാസികളെല്ലാം തന്നെ മഹാപൗരുഷിക അഥവാ ഭഗവത് സേവനത്തിൽ നേരിട്ട് വ്യാപൃതരാകുന്നവർ എന്ന് അറിയപ്പെടുന്നു. അവർ ഈ ലോകങ്ങളിൽ യാതൊരുവിധ കഷ്ടപ്പാടുകളും കൂടാതെ സന്തോഷത്തോടെ വസിക്കുന്നു. മാത്രവുമല്ല, യുവത്വ സമ്പൂർണരായി ചിരകാലം പരിപൂർണമായ പരമാനന്ദത്തോടെയും പൂർണ്ണാഭിജ്ഞരായും ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ ഭയം കൂടാതെയും
അനാദ്യന്തമായ കാലത്തിന്റെ സ്വാധീന പ്രഭാവമില്ലാതെയും ജീവിതം ആസ്വദിക്കുന്നു. ഭഗവാനോടൊപ്പം സഹവസിക്കുകയാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ ദ്വാരകാവാസികളെ വൈകുണ്ഠ ലോകത്തിലെ മഹാപൗരുഷകന്മാരോടൊപ്പം ഉപമിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിൽ വൈകുണ്ഠ ലോകത്തെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങളുണ്ട്. അതിൽ വൈകുണ്ഠ ലോകത്തെ മദ്ധാമം അഥവാ ഭഗവത് രാജ്യം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്, ദ്വാരകാവാസികളുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നു. ദ്വാരകാവാസികൾ സാധാരണ ആളുകളല്ല, അവർ വൈകുണ്ഠവാസികളെ പോലെയാണ്. കാര്യം കൃഷ്ണൻ കൂടെയുണ്ട്. പരമദീവോത്തമ പുരുഷൻ കൃഷ്ണൻ കൂടെയുണ്ട്. കൃഷ്ണനുണ്ട്, ബലരാമനുണ്ട്, അവരെല്ലാവരും ഉണ്ട്. കൃഷ്ണൻ പരമ എന്താ പറയുക, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും തുടക്കം അല്ലേ. കൃഷ്ണൻ്റെ എക്സ്പാൻഷനാണ് ബലരാമൻ, ആദ്യത്തെ എക്സ്പാൻഷൻ. അപ്പം അവർ രണ്ടുപേരും കൂടെയുണ്ട്. മാത്രമല്ല ബാക്കി അവിടെയുള്ളവരൊക്കെ ആക്ച്വലി ഭഗവാന്റെ വേറെ വിസ്തരണങ്ങളും, കുറേ പേര് ഭഗവാന്റെ വിസ്തരണങ്ങളുണ്ട്, കുറേ പേര് ദേവതമാരുടെ എക്സ്പാൻഷൻസ് ഉണ്ട്, പിന്നെ കുറേ സിദ്ധരായിട്ടുള്ള ഭക്തരുണ്ട്, അല്ലെങ്കിൽ സാധന ചെയ്ത് സിദ്ധരായിട്ടുള്ളവർ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും വരിഷ്ഠരായിട്ടുള്ളവരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു സഭയാണ് ദ്വാരകാപുരിയിലുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ്. അവർ ശരിക്കും എല്ലാവരും, അവിടെയുള്ള ആളുകളെല്ലാം വൈകുണ്ഠവാസികളെ പോലെയാണ്. കാര്യം ഒന്നുകൂടെ ഭഗവാനുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ വൈകുണ്ഠമാണത്, വ്യത്യാസമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ സാധാരണ ആളുകളല്ല. വൈകുണ്ഠത്തിൽ കുണ്ഠങ്ങളില്ല, വിഷമങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ദുരിതങ്ങളില്ല, ഒന്നുമില്ല അല്ലേ. അവിടെ എപ്പോഴും ആനന്ദം മാത്രമാണ്. അതേപോലെയാണ് ദ്വാരകയിലെ എല്ലാവരും. കാര്യം ഭഗവാന്റെയും കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സംരക്ഷണത്തിലാണ് അവരെല്ലാവരും. കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെ വലയത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരു വിഷമവും ബുദ്ധിമുട്ടുമില്ല. അവരെപ്പോഴും സന്തോഷിച്ച ആനന്ദത്തിലാണ്. അങ്ങനെയുള്ളവർ അവരെന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ആക്ച്വലി അദ്ദേഹം വിഷ്ണു ഈ നമ്മുടെ പുരുഷ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു ഭാവാർത്ഥത്തിൽ. കാരണോദകസായ വിഷ്ണു, ഗർഭോദകസായ വിഷ്ണു, ക്ഷീരോദകസായ വിഷ്ണു. ക്ഷീരോദകസായ വിഷ്ണു അദ്ദേഹത്തിന് ഓരോ ബ്രഹ്മാണ്ടത്തിലും അദ്ദേഹത്തിന് ഒരു ധാമുണ്ട് അല്ലേ. നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇതിനകത്തുള്ള വൈകുണ്ഠം, അവിടെ പാലാഴിയുണ്ട്. ആ പാലാഴിയിലാണ് ഭഗവാൻ ആനന്ദശേഷൻ ബലരാമൻ്റെ എക്സ്പാൻഷനാണ്. അവിടെയാണ് ക്ഷീരോദകസായ വിഷ്ണു ഉള്ളത് അല്ലേ. അപ്പോൾ പ്രഭുപാദി പറയുന്നു വൈകുണ്ഠത്തെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം വൈകുണ്ഠം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ദ്വാരകയെ. ദ്വാരകയിലുള്ളവരും ദ്വാരകവാസികളും സാധാരണ ആളുകൾ പോലെയല്ല, സാധാരണ പ്രജകളല്ല അവിടെ ഉള്ളത്, വൈകുണ്ഠവാസികളെ പോലെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രഭുപാദി ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുമായിട്ട് സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പലതവണ, ഭൗതിക ലോകത്തിൻ്റെ മുകളിൽ ആണ് മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ബ്രഹ്മജ്യോതി കാണുന്നു. പിന്നീട് പോകുമ്പോഴാണ് വൈകുണ്ഠങ്ങൾ വരുന്നത്. നാരായണനും മറ്റുള്ള നാരായണൻ്റെ എക്സ്പാൻഷൻസ് ഉള്ളത്. അതിനുശേഷം പിന്നെ മുകളിൽ പോകുമ്പോഴാണ് പിന്നെ ഗോലോക വൃന്ദാവനം, കൃഷ്ണലോകവും വരുന്നത് അല്ലേ. ആ ഒരു ഹൈറാർക്കി, ആ ഒരു കാര്യം ഇവിടെ പ്രഭുപാദി എടുത്ത് പറയുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ദ്വാരകാപുരിയുള്ളവർ അവരെ ഇവിടെ മഹാപൗരുഷിക എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. വൈകുണ്ഠ ലോകത്തിലെ മഹാഭക്തരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വൈകുണ്ഠ ലോകങ്ങളിലെ മഹാപൗരുഷികരെ പോലെയാണ് ദ്വാരകാവാസികൾ. കാര്യം അവരെപ്പോഴും ആനന്ദത്തിലാണ് കൃഷ്ണൻ്റെ കൂടെ ആയതുകൊണ്ട്. അവർക്ക് ജന്മ മൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന കാലത്തിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ശരിക്കും പറഞ്ഞാലില്ല. ഓക്കെ, ലീലയുടെ ഭാഗമായിട്ട് അവർ വരുന്നു, പോകുന്നു, അപ്രകടമാവുന്നു, ശരിയാണ്. പക്ഷേ ഭക്തർക്കും ഭഗവാനും, ശുദ്ധഭക്തർക്കും ഭഗവാനും എന്ത് കാലത്തിൻ്റെ പ്രഭാവമാണുള്ളത്? കാലത്തിൻ്റെ ഒരു പ്രഭാവമില്ല. ആയുർ ഹരതി വൈ പുംസാം എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. അതിൽ പറയുന്നു, സൂര്യദേവൻ
ഓരോ ദിവസം ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ലേ? സൂര്യൻ ഉദിച്ച് അസ്തമിക്കുമ്പോൾ ഒരു ദിവസം കഴിയുന്നു. ഓരോ ദിവസവും നമ്മുടെ ആയുസ് അദ്ദേഹം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ട്രോ വെച്ച് നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെ സൂര്യദേവന് ഒരു സ്ട്രോ അല്ല, 10,000-കണക്കിന് സ്ട്രോ ഉണ്ട്. ഒറ്റ വലിക്ക് ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം മരണത്തിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും വലിച്ചു. ഒരു ദിവസം കൂടെ നമ്മൾ അടുത്തെത്തി മരണത്തിൻ്റെ, അല്ലേ? ഓരോ ദിവസവും നമ്മളിത് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇതാണ് സത്യം സംഭവിക്കുന്നത്. അപ്പോൾ ആ ശ്ലോകത്തിൽ പറയുന്നു ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവത് സേവനങ്ങൾ ചെയ്യാത്തവർ, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് ഉത്തമ ശ്ലോക വാർത്ത അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ആളുകൾക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആയുസ്സിൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സൂര്യദേവനാവുന്ന ആ ഒരു സൂര്യദേവനെ അവിടെ ഒരു അതായത് ആയുസ് തട്ടിയെടുക്കുന്ന ഒരാൾ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ ഉപമിക്കുന്നത്. അല്ലെങ്കിൽ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളക്കാരനെ പോലെ. കൊള്ളക്കാരൻ അല്ലെങ്കിൽ കള്ളൻ എന്ന് പറയുമ്പോൾ തട്ടിയെടുക്കുന്നു, കക്കുന്നു അല്ലേ? സൂര്യദേവൻ നമ്മുടെ ആയുസ് കട്ടുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. എന്നിട്ട് മരണത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നു, എന്നാൽ നമ്മൾ അപ്പോൾ എങ്ങനെയുള്ള ആളുകളുടെ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ ലീലകൾ കേൾക്കാത്തവർ, ഭഗവാനെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാത്തവർ, ഭക്തി സേവനങ്ങൾ ചെയ്യാത്തവർ, നാമം ജപിക്കാത്തവർ, അങ്ങനെയുള്ളവർക്ക് ഓരോ ദിവസം കുറയുന്നു. മാത്രമല്ല മരണത്തോട് അടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ സൂര്യദേവൻ ആക്ച്വലി നമ്മളുടെ ആയുസ്സിനെ കട്ട് മരണത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതേ സൂര്യദേവൻ തന്നെ, അപ്പോൾ ഭാഗവതം പറയുന്നു, അതേ സൂര്യദേവൻ തന്നെ നമ്മുടെ മിത്രമായി മാറും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, വായിക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവത് കഥകൾ കേൾക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതേ സൂര്യദേവൻ തന്നെ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുസ് ഭക്തരെ സംബന്ധിച്ച് ഇവിടെ ജന്മ മരണ ജരാവ്യാധി എന്ന് പറയുന്ന ചക്രം കൂടുതൽ അവരെ ബാധിക്കാൻ പോകുന്നില്ല. കാര്യം അവർ ഓൾറെഡി ശുദ്ധഭക്തരെ കുറിച്ചാണ് പറയുന്നത്. അവർ ഓൾറെഡി കംപ്ലീറ്റ്ലി ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനി മരിച്ചാലും ജനിച്ചാലും വയസ്സായാലും ഒന്നും ബാധകമല്ല. അങ്ങനെയുള്ളവർ ഫുള്ളി ഭഗവാനിൽ അബ്സോർബ്ഡ് ആയിരിക്കും അല്ലേ? പ്രഹ്ലാദ് മഹാരാജ് പറയുന്ന പോലെ അദ്ദേഹം പറയുന്നു, ഞാൻ ഭഗവാനെക്കുറിച്ചുള്ള ഭഗവാന്റെ ആ ചിന്തയിൽ ഞാൻ മുഴുകിയിരിക്കുകയാണെന്ന് എപ്പോഴും അദ്ദേഹം. ഭഗവാൻ കൃഷ്ണനാവുന്ന ഗ്രഹം നമ്മൾ പറയില്ലേ, നമ്മുടെ ശനിദശയാണ് അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരമുണ്ട്. അതേപോലെ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത് കൃഷ്ണഗ്രഹ ഗൃഹീതാത്മ, അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന ഗ്രഹം അതായത് പ്ലാനറ്റ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആരെ? പ്രഹ്ലാദ് മഹാരാജനെ. നമ്മളെയൊക്കെ പിടിച്ചിരിക്കുന്നത് ശനിയും രാഹുവൊക്കെ വന്നിട്ടാണ് നമ്മൾ പെട്ടുപോകുന്നത്. പ്രഹ്ലാദ മഹാരാജ് കൃഷ്ണൻ എന്ന് പറയുന്ന ഗ്രഹം. അങ്ങനെയാണ് ശുകദേവ് ഗോസ്വാമി പറയുന്നത്. അതിമനോഹരവും അങ്ങനെയുള്ളൊരു ഉപമയായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ഗോവിന്ദ പരിരംഭിത അങ്ങനെയും ഒരു ഫ്രേസ് പറയുന്നുണ്ട്. അതായത് ഗോവിന്ദൻ, കൃഷ്ണൻ എപ്പോഴും പ്രഹ്ലാദനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഭഗവാൻ പ്രഹ്ലാദനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രഹ്ലാദ് പറയുന്നത് തദ്വീര്യ ഗായന മഹാമൃത മത്തചിത്ത. അദ്ദേഹം പറയുന്നു, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒരു പേടിയുമില്ല. ആരോടാ പറയുന്നത്? നമ്മുടെ നരസിംഹദേവനോട്. എനിക്കൊരു പേടിയുമില്ല, എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അദ്ദേഹം പറയുന്നു തദ് വീര്യ ഗായന മഹാമൃത മത്തചിത്ത. അതായത് ഭഗവാനോട് പറയാം, അങ്ങയുടെ വീര്യ ഗായന, അങ്ങയുടെ സ്തുതികൾ, അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അങ്ങയുടെ ലീലകളല്ല, അങ്ങയുടെ മഹാത്മ്യം, അത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അത് മഹാഅമൃതമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മഹാ അമൃതമാണത് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മഹാമൃത മഗ്ന മത്ത ചിത്ത,
ആ മഹാ അമൃതമായിട്ടുള്ള അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഞാൻ മുഴുകി ഇരിക്കുകയാണ്. മഗ്നചിത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ അതിൽ അബ്സോർബ്ഡ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള എനിക്ക് ഒരു പേടിയുമില്ല. അത് പ്രഹ്ലാദ് ഇത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പറയുന്നത്. ആരോട്? നമ്മുടെ നരസിംഹദേവനോട്. എനിക്കൊരു പേടിയില്ല. പക്ഷെ എനിക്ക് ഈ കാണുന്ന ഈ ചുറ്റുമുള്ള ആൾക്കാരെ ആലോചിച്ചിട്ട് എനിക്ക് വളരെ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ഈ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല ചുറ്റും. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും ബാക്കിയുള്ള എല്ലാവരും ലോകത്തുള്ള ആൾക്കാരും ആർക്കും ഒന്നും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. സോ അവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് അവരുടെ മുക്തി ഭഗവാൻ എന്നോട് എന്തെങ്കിലും വേണമെന്ന് ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും അനുഗ്രഹം വേണോ? ഇദ്ദേഹം പറയുന്നത് എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഒന്നും വേണ്ട എന്ന് പറയുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ് അദ്ദേഹം പറയുന്നത്. തദ്വീരക അദ്ദേഹം പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഹാപ്പിയാണ്. എന്താ പറയുക? ഓക്കെ, മറ്റുള്ളവർക്ക് കുറച്ച് ഹെൽപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് പ്ലീസ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോളൂ എന്നാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് എൻ്റെ അച്ഛൻ. സോ അതാണൊരു ഹൈ ക്ലാസ് ഡിവോട്ടിയുടെ സിറ്റുവേഷൻ. അതങ്ങനെയാണ് പ്രഹ്ലാദ് മഹാരാജ്. സോ നൈസ്. സോ എനിവേ, ഹരേ കൃഷ്ണ. താങ്ക് യു. श्रीमद् भागवतम की जय. जगत गुरु शिला प्रभुपाद की जय. समवेद गौर भक्तवृंद की जय. गौर प्रेमानंदे. थैंक यू. हरे कृष्ण.